നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടി എന്ന റയൽ മാഡ്രിഡ് ആരാധകരുടെ പ്രിയപ്പെട്ട ഡോൺ കാർലോ, എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം ഈ മനുഷ്യനെ എന്നറിയില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങളുള്ള ഇൻഡിവിജ്വലാണ് അദ്ദേഹം. കോച്ചായിട്ടും കളിക്കാരനായിട്ടും കിരീടങ്ങൾ ചൂടി 7 കിരീടങ്ങളായി. കളിക്കാരനായിട്ട് 2 തവണ, കോച്ചായിട്ട് 5 തവണ. 7 കിരീടങ്ങളിൽ മുത്തമിട്ട് കഴിഞ്ഞു ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി. ഇനി പിറക്കുമോ ഇതുപോലെ ഒരു അവതാരം എന്നുള്ളതാണ് ചോദ്യം. 5 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കോച്ച് എന്ന നിലയിൽ മറ്റൊരു കോച്ചും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല എന്ന കാര്യം ഓർക്കുക. 4 കിരീടങ്ങളുമായിട്ട് അദ്ദേഹം തന്നെയായിരുന്നു ഇന്നലത്തെ കളിക്ക് മുമ്പും മുന്നിലുള്ളത്. ഇന്നലെ അത് 5 പുതുക്കിയെന്നേ ഉള്ളൂ. 5 കിരീടങ്ങളുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങളുള്ള കോച്ചായി ആഞ്ചലോട്ടി വാഴുമ്പോൾ പുറകിലുള്ള മഹാരഥന്മാർ ഗാർഡിയോള, സിദാൻ, പൈസ്ലി തുടങ്ങിയവർക്ക് 3 കിരീടങ്ങളെ ഉള്ളൂ എന്ന കാര്യം നോക്കുക. അപ്പോൾ മോസ്റ്റ് ടൈറ്റിൽസ് ഉള്ള മാനേജർ അത് കാർലോ ആഞ്ചലോട്ടിയാണ്. ആഞ്ചലോട്ടിയുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളൊന്ന് നോക്കുക. കോച്ച് എന്ന നിലയിൽ 6 ഫൈനലുകൾ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചിറക്കി. 5 തവണയും കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ 210 മത്സരങ്ങൾ ടീമിനെ ഇറക്കിയിട്ട് 121 വിജയങ്ങളാണ്, 47 സമനിലകൾ, 42 തോൽവികളേ ഉള്ളൂ. അതായത് വിന്നിംഗ് പെർസെൻറ്റേജ് 65.1%. 386 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ടീം അടിച്ചപ്പോൾ 195 ഗോളുകളെ തിരികെ വാങ്ങിയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കിരീട നേട്ടങ്ങൾ മിലാനോടൊപ്പവും റയൽ മാഡ്രിഡിനോടൊപ്പവുമാണ് കോച്ച് എന്ന നിലയിൽ. 2002, 2003, 2006, 2007 അദ്ദേഹം AC മിലാനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ 2013, 14, 2021, 22, 2023, 24 സീസണുകളിൽ റയൽ മാഡ്രിഡിനെയും അദ്ദേഹം കിരീടം അണിയിച്ചു. ഡോൺ കാർലോ ഒരു വിസ്മയമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.